വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. വകുപ്പുകളിൽ വിജ്ഞാപനമുടൻ. ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖം കൊടുക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും. ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ തയ്യാറായില്ല. ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങി മുഖ്യമന്ത്രി. ചായ സൽക്കാരം കൂട്ടത്തോടെ ബഹിഷ്കരിച്ച് മന്ത്രിമാരും. തണ്ടർബോൾട്ടുമായുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടെന്ന സംഘടന. കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടു. കണ്ണൂർ അയ്യൻകുന്നിൽ പകരം വീട്ടുമെന്ന് വയനാട് തിരുനെല്ലിയിൽ പോസ്റ്റർ. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാകുന്നുവെന്ന് മുസ്ലിം ലീഗ്. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയോട് യോജിപ്പില്ല. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്നും ലീഗ് നേതൃത്വം. കോൺഗ്രസ് തീരുമാനം കൃത്യമായ സമയത്തെന്ന് കെ സി വേണുഗോപാൽ. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു. നടപടി കോൺഗ്രസും ബിജെപിയും സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ ഹർജി നൽകി. നീക്കം കുറ്റപത്രത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിൽ കേസ് ജനുവരി 8 പരിഗണിക്കും.